നമസ്കാരം, എല്ലാവർക്കും സാക്ഷി ടി വിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ഏകദേശം 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന് മുമ്പിലാണ്. കോട്ടക്കൽ ഗുഹാക്ഷേത്രം കൊല്ലം ജില്ലയിലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പല്ലവ രാജാക്കന്മാരാണ് ഭരണകാലത്താണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ തലമുറയ്ക്ക് അറിയുവാൻ വേണ്ടിയിട്ട് കോട്ടക്കൽ തുളസി സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പം സാർ, നമ്മുടെ ഈ തലമുറയിൽപ്പെട്ടവർക്ക് ഇതൊരു ഗുഹാക്ഷേത്രമാണ് എന്നുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ സാറ് നമുക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല, ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ നമുക്ക് എങ്ങനെയാണെന്നുള്ളത്? ഈ ഇട്ടുവ പഞ്ചായത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കോട്ടക്കൽ കളത്തറക്കോവിൽ മഹാദേവർ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. കോട്ടക്കൽ കേവ് ടെമ്പിൾ എന്ന പുരാവസ്തു ഗവേഷകരാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് പേരിലും ഇപ്പോൾ ഇതറിയപ്പെടുന്നു. കോട്ടക്കൽ ഗുഹാക്ഷേത്രമെന്നും കളത്തറക്കോവിൽ മഹാദേവർ ക്ഷേത്രമെന്നും ഇതറിയപ്പെടുന്നു. ഇങ്ങനെ രണ്ട് പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. പല്ലവ രാജവംശക്കാർ ഏതാണ്ട് 1500ഓളം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് സങ്കല്പിക്കാമെന്നാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നമ്മൾ നോക്കിയാൽ ക്ഷേത്രത്തിന് 2 മുറികളാണുള്ളത്. ആ 2 മുറികളും 10 അടി വ്യാസമുള്ള 2 മുറികളാണ്. വലത്തെ മുറിയിൽ ശിവലിംഗ പ്രതിഷ്ഠയും ഗണപതി പ്രതിഷ്ഠയും ഒരു ഹനുമാൻ പ്രതിഷ്ഠയും ഉണ്ട്. ഈ ഹനുമാൻ പ്രതിഷ്ഠയും അതിൻ്റെ താഴെ നന്ദികേശ്വർ പ്രതിഷ്ഠയും കാണുന്നത് കൊണ്ട് തന്നെ ഒരു പൂർണ്ണമായ ഗണപതി ശിവക്ഷേത്രമാണ് വലതു ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ ഇടതു ഭാഗത്തും ഒരു ശിവക്ഷേത്രമാണുള്ളത്. ആ ഇടതു ഭാഗത്തും ഇതേപോലെ തന്നെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയും ഒരു നന്ദികേശ്വര പ്രതിഷ്ഠയും ഒരു ഗണപതി പ്രതിഷ്ഠയും ഉണ്ട്. അപ്പോൾ ഒരു നന്ദികേശ്വര പ്രതിഷ്ഠയും ഒരു ശിവലിംഗ പ്രതിഷ്ഠയും ഒരു ഗണപതി പ്രതിഷ്ഠയും ഉള്ളത് ഒരു പൂർണ്ണ ശിവക്ഷേത്രമാണ്. അങ്ങനെ ഒരു കമാനത്തിൻ്റെ കീഴിൽ 2 പൂർണ്ണ ക്ഷേത്രങ്ങൾ വന്നിട്ടുള്ളത് ഇന്ത്യയിലേക ഈ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. 2 ക്ഷേത്രങ്ങൾ ഒരു കമാനത്തിന് കീഴിൽ വരില്ല, എങ്ങുമില്ല. അതായത് 2 ശിവലിംഗങ്ങൾ ഒരു ക്ഷേത്രത്തിന് കീഴിൽ പ്രതിഷ്ഠിക്കാറില്ല, ഒരുപോലുള്ള ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കാറില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കമാനത്തിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രം എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു ക്ഷേത്രമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ദ്വൈത ക്ഷേത്രം എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഒരാന കിടക്കുന്ന രീതിയിലാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗണപതിയുമായി ഇതിന് അടുത്ത ബന്ധമുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാന ഇങ്ങനെ കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇനി ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ഭൂമിക്കടിയിൽ മുഴുവൻ പാറയാണ്. ആ പാറയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഭാഗമാണ് ഇതെന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പം ചടയമംഗലത്ത് ജടായുമംഗലം പാറയും കിഴക്കോട്ട് പോയാൽ കൊടുക്കത്ത് പാറയും ഒക്കെ ഉള്ള വലിയ പാറകളാണ് ഇവിടെ ഉള്ളത്. ആ പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വന്ന ഒരു വലിയ പാറയാണ് ഈ ക്ഷേത്രത്തിന് അവലംബമായിരിക്കുന്നതെന്ന് സംശയമില്ല. അപ്പോൾ പല്ലവ രാജവംശ കാലഘട്ടത്തിലോ അതിന് തൊട്ടു മുമ്പോ ഈ പ്രദേശത്തുള്ള ആളുകൾ ചരിത്രപരമായി തന്നെ ഇതെല്ലാം കണ്ടെത്തിയതിന് ശേഷമായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിനൊരു വിശേഷമുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഹനുമാൻ പ്രതിഷ്ഠ വരിക എന്ന് പറയുന്നത് AD 4-ാം നൂറ്റാണ്ടിലാണ്. അതിൻ്റെ കാരണം മഹാബലിപുരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് AD 4-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ഇടത്തെ സൈഡിൽ കോവിലിന് മുമ്പിൽ ഒരു മണ്ഡപമുണ്ട്. ഇത്തരം മണ്ഡപങ്ങൾ വരുന്നത് AD 5-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ 1 നൂറ്റാണ്ട് പഴക്കമുണ്ട് ഒരു മുറിക്കെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇനി അല്പം കൂടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ സൂചിമുനയുള്ള ഏതോ ഉപകരണം കൊണ്ട് കൊത്തിയാണ് ഇതിനകം മൊത്തം എടുത്ത് കളഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇല്ല. അതിന് കാരണം അഷ്ടമംഗല്യമിട്ടൊരു പ്രതിഷ്ഠ ഇവിടെ നടത്തിയിട്ടില്ല. ശിവലിംഗം അകത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കൊത്തിയെടുത്ത് കളഞ്ഞിരിക്കുക. ശിവലിംഗം അകത്ത് നിർത്തിയിട്ട് അത് 3 അടി ഉയരമുള്ള ശിവലിംഗമാണ്. 3 അടി ഉയരമുള്ള 2 ശിവലിംഗങ്ങളാണ്. ഈ ശിവലിംഗങ്ങൾ അകത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കൊത്തിയെടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അഷ്ടമംഗല്യമിട്ടുള്ള പ്രതിഷ്ഠ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കൊടിമരമില്ലാത്തത്.
മാത്രവുമല്ല ഈ സാധാരണ ശിവൻകോവിലിന് ഒരു ഭാഗത്ത് വന്നതിന് ശേഷം തിരിച്ച് കറങ്ങേണ്ടി വരുന്നു. അഷ്ടമംഗല്യമുള്ള പ്രതിഷ്ഠയ്ക്ക് മാത്രമേ അത് വേണ്ടി. ഇവിടെ അഷ്ടമംഗല്യ പ്രതിഷ്ഠ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ചുറ്റിക്കറങ്ങി തൊഴുന്നത്. ഇത് പിന്നെ താന്ത്രിക വിധി പ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി ഉള്ള മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു മുറി കൊത്തിയെടുക്കണമെങ്കിൽ പുരാവസ്തു ഗവേഷകരും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പിന്നെ പഠനകർത്താക്കളും നടത്തിയ ഒരു പരീക്ഷണത്തിൽ വയ്യാവരിപ്പിള്ള എന്നൊക്കെ പറയുന്ന തമിഴ്നാട്ടിലെ ആളുകൾ ഇവിടെ വന്ന് 1966 പഠനം നടത്തി. ആ പഠനം നടത്തിയതിൻ്റെ പേരിൽ അവർ പറയുന്നത് ഒരു റൂം ചെയ്തെടുക്കാൻ 100 തൊഴിലാളികൾ ഒരു 100-150 വർഷമെങ്കിലും വേണ്ടി വന്നിരിക്കും. ഒരു റൂം ചെയ്തെടുക്കാൻ 150 വർഷമെങ്കിലും തൊഴിലാളികൾ വേണ്ടി വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 റൂം ചെയ്തെടുക്കാൻ ഒരു 3 തലമുറ പങ്കെടുത്തിരിക്കും. അപ്പോൾ ആദ്യം ചെയ്തയാൾ ഒരിക്കലും ഇതിൻ്റെ അവസാനം കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇങ്ങനൊരു ക്ഷേത്രം ഈ സ്ഥലത്ത് ഉണ്ടാവണമെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ അത്രയും കൂടുതൽ ആളുകൾ താമസിച്ചിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടാവില്ല. കാരണം ഈ പരിസര പ്രദേശത്ത് ഏതാണ്ട് 12ഓളം ക്ഷേത്രങ്ങളുണ്ട്, 12ഓളം കാവുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു വലിയ സംസ്കാരത്തിൻ്റെ ചിഹ്നമാണ് ഈ ക്ഷേത്രം. ഇതൊന്ന്. ഇനി കോട്ടുകൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ആ പേര് തന്നെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായി വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം കോട്ടുക്കൽ എന്ന് പറഞ്ഞാൽ കല്ല് കോട്ടിയ സ്ഥലം എന്നാണ് അർത്ഥം. കോട്ടുക്കൽ, കല്ല് കോട്ടിയ സ്ഥലം. ഇപ്പോൾ കല്ല് കോട്ടിയ അമ്പലം ഇതാണ്. അപ്പോൾ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ ക്ഷേത്രത്തിന് ഈ പേര് കോട്ടുക്കൽ എന്ന പേര് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1500-നും 2000-നും ഇടയ്ക്ക് വർഷം പഴക്കമുള്ള ഒരമ്പലമെന്ന് നമുക്ക് സ്വാഭാവികമായി ഇതിനെ ഊഹിക്കാം. മറ്റൊന്ന്, നിങ്ങൾ വലത്ത് സൈഡിലായിട്ടൊരു കിണർ കാണുന്നുണ്ട്. ഇതിൻ്റെ അടി മുഴുവൻ പാറയാണ്. നമ്മളിവിടെ ഒരു 6 അടി താത്തോ 8 അടി താത്ത് കഴിഞ്ഞാൽ പാറയാണ്. എന്നാൽ ആ കിണറിനൊരു പ്രത്യേകതയാണ്. 3 പാറ കിഴക്ക് നിന്ന് പടിഞ്ഞാറ്, വടക്ക് നിന്ന് തെക്ക് നിന്ന് 3 പാറ വന്ന് മിതിപ്പിക്കും. പടിഞ്ഞാറൊന്നും പാറയില്ല. ആ നടുക്കൂടെ താഴേക്ക് നമുക്ക് ഇറങ്ങി പോകാം. അവിടെ ഒരു 10-24 അടി താഴ്ചയിൽ വെള്ളം കിടപ്പുണ്ട്. എത്ര വെള്ളം അടിച്ചാലും അത് വെള്ളം പറ്റത്തില്ല, അത്രയും വെള്ളം അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും അത് അത്രയേറെ എന്താണ് ഈ പുരാവസ്തുവുമായി ഈ പറഞ്ഞ പിന്നെ മണ്ണുമായും പാറയുമായും ബന്ധമുള്ള വിവരമുള്ള ആളുകൾ ചെയ്തിട്ടുള്ളതാണ് ഇത്. ഒന്ന്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് തന്നെ തലയിൽ വെള്ളം വീഴാതിരിക്കാൻ, പോറ്റിമാർക്ക് അങ്ങോട്ട് കയറുമ്പോൾ തലയിൽ വെള്ളം വീഴാതിരിക്കാൻ അവിടെ ചെറിയ സാധനം ചെയ്തിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി വന്നിട്ട് 2 സൈഡിൽ കൂടെ വെള്ളം ഒഴിഞ്ഞ് പോകും. വെള്ളം ഒരിക്കലും തലയിൽ വീഴത്തില്ല, വിഗ്രഹത്തിലും വെള്ളം വീഴത്തില്ല. അതാണ് അന്ന് ഉള്ള ബുദ്ധി അനുസരിച്ച് അവരത് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു പുരാവസ്തു ക്ഷേത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയി രാജവംശമായിട്ടും ആയൂർ ആ പ്രദേശങ്ങളുമായിട്ടും ചടയമംഗലം എന്ന പ്രദേശമായിട്ടും ഈ പ്രദേശമായിട്ടും ഇവിടവുമായിട്ടുമെല്ലാം ബന്ധമുള്ള കുറേ ആളുകൾ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഐതിഹ്യ പ്രധാനമായി ഉണ്ടായി വന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? ചരിത്ര പ്രാധാന്യം ഐതിഹ്യമൊക്കെ സാറ് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ തലമുറയിൽ ഈ നാട്ടുകാർ ഇതിനെ പറ്റി എന്താ പറയുന്നത്? നാട്ടുകാർക്ക് ഈ ക്ഷേത്രം ഇങ്ങനെ തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് 3 കൂട്ടരാണ് ഇത് സംരക്ഷിക്കുന്നത്. ആരൊക്കെയെന്ന് പറഞ്ഞാൽ, ഒന്ന് പുരാവസ്തു വകുപ്പ്, ഒന്ന് പൂജ ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ ഇവിടെ വന്ന് കാണുന്നത് വിനോദ വകുപ്പ്, അതായത് ടൂറിസം, പുരാവസ്തു, പിന്നെ ദേവസ്വം. പൂജ ദേവസ്വത്തിൻ്റെ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നത് വിനോദ വകുപ്പ്. പിന്നെ ഉള്ള ഒരു വകുപ്പെന്ന് പറയുന്നത് ഈ പാറ പുരാവസ്തു വകുപ്പിൻ്റെ കസ്റ്റഡിയിലാണ്, അവരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പാറയിലൊക്കെ നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല. പണ്ട് ഞങ്ങൾ ഈ പാറയിലൊക്കെ തൊടുമായിരുന്നു. പണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊന്നും ഇല്ലായിരുന്നു, വെറും വയലായിരുന്നു ഇവിടെ. ആ വയലിലെ ആളുകൾ ഇവിടെ വരുന്നു, കാണുന്നു, പോകുന്നു, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. എന്നാൽ ഇന്നതല്ല. ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി ഭക്തജനങ്ങൾ ധാരാളമായി വരുന്നു. മാത്രവുമല്ല, ചടയമംഗലം സബ് ഗ്രൂപ്പിലാണ് ഈ അമ്പലം. ചടയമംഗലം സബ് ഗ്രൂപ്പിലെ ഈ പരിസര പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള അമ്പലവും ഇതാണ്. കാരണം ആളുകൾ ധാരാളമായി എന്നും വരുന്നു. വെളിനാടുകളിൽ നിന്നും ധാരാളം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം നിരന്തരമായി വന്ന് ഈ ക്ഷേത്രം കാണുന്നു, ഇതുമായി ബന്ധപ്പെടുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സാക്ഷി TV എത്തിയിരിക്കുന്നത് കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാനാണ്. അപ്പൊ നമുക്ക് ഈ അങ്കിളിനോട് ചോദിക്കാം, അങ്കിൾ എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ കോട്ടുക്കൽ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഹാക്ഷേത്രമാണ്. ദ്വൈത പ്രതിഷ്ഠയാണ്. മഹാദേവന്റെയും മഹാഗണപതിയുടെയും ദ്വൈത പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. അത് കേരളത്തിൽ എങ്ങും തന്നെ ഇല്ല.
ക്ഷേത്രത്തിന്റെ പ്രധാന വിഷയം സ്ഥലപരിമിതിയായിരുന്നു. വളരെ കുറച്ച് സ്ഥലം, 10 സെന്റ് മാത്രമേ ഉള്ളായിരുന്നു മുമ്പേ. നമുക്ക് ഭക്തജനങ്ങൾക്ക് നിന്ന് തൊഴുവാൻ പോലുമുള്ള സൗകര്യ കുറവുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിക്കൊണ്ട് ഭക്തജനങ്ങളുടെ സഹായത്തോടെ ഞങ്ങൾ 65 സെന്റ് വസ്തു വാങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചു. ക്ഷേത്രത്തിന്റെ പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ധാരാളം ഭക്തജനങ്ങൾ, വിദേശികൾ ഉൾപ്പെടെ മിക്ക അവധി ദിവസങ്ങളിലും മറ്റ് അയർലൻഡ്, അതേപോലെ ഇംഗ്ലണ്ട്, കഴിഞ്ഞ ദിവസം കംബോഡിയ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വിദേശ ഭക്തരും ടൂറിസ്റ്റുകളും, അതായത് ഇതൊരു തീർത്ഥാടന ടൂറിസത്തിന്റെ ഹബ്ബാണ്. ഇപ്പൊ ഈ സ്ഥലപരിമിതി മറികടന്നിട്ട് ഇനി ഞങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ വരുന്ന ഈ ടൂറിസ്റ്റുകൾക്ക്, അതേപോലെ ഭക്തജനങ്ങൾക്കൊക്കെ അവശ്യ കാര്യങ്ങളൊക്കെ, അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനൊക്കെ ഉണ്ട് ടോയ്ലറ്റ് സമുച്ചയം. അതേപോലെ ദേവസ്വം ബോർഡ് ക്ഷേത്രമായതുകൊണ്ട് പല സ്ഥലങ്ങളിലായിരിക്കും ജീവനക്കാർ വരുന്നത്, അവർക്കെല്ലാം വേണ്ടിയുള്ള താമസ സൗകര്യം. അതേപോലെ ഭഗവാന്റെ മുന്നിൽ വിവിധ കലകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റേജ്. ഇതാണ് ഇപ്പൊ രണ്ടാം ഘട്ട നിർമ്മാണം. ആദ്യ വികസന പ്രവർത്തനത്തിൽ 35 ലക്ഷം രൂപ മുടക്കിയാണ് കേരള പുരാവസ്തു വകുപ്പാണ് ക്ഷേത്രത്തിന് ചുറ്റും പാറ, കല്ല് വാങ്ങി അതിനെ വളരെ മനോഹരമായി മോടിപിടിപ്പിച്ചിരിക്കുന്നത് കേരള പുരാവസ്തു വകുപ്പാണ്. അതിനുശേഷമുള്ള രണ്ടാം ഘട്ട വികസന പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഇന്നിവിടെ തുടങ്ങിയത്. നമ്മുടെ ഈ സ്റ്റേജിന്റെയും അതേപോലെ ഈ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെയും റൂമിന്റെയും ഒക്കെ കുത്തിവെപ്പ് കർമ്മമാണ് നമ്മളിവിടെ നടത്തിയത്. ഇനി നമ്മൾ ഉത്സവ കമ്മിറ്റി കൺവീനർ ആയിട്ടുള്ള സുരേഷ് അങ്കിളാണ് നമുക്കിനി വിവരങ്ങൾ പറയുന്നത്. ഏറ്റവും വലിയൊരു പോരായ്മയായിരുന്നു ഇന്ന് പരിഹരിക്കാൻ പോകുന്നത് ബാത്റൂം സംവിധാനം. അതായത് 3 ബാത്റൂം, ഒരു ബെഡ്റൂം, പിന്നെ ഭക്തജനങ്ങളിൽ നിന്ന് നമ്മൾ സ്ഥാപനക്കാരുടെ സഹായം കണ്ടെത്തി വികസന പ്രവർത്തനങ്ങളുടെ ആദ്യത്തെ പ്രാഥമിക കാര്യങ്ങളാണ്. ധാരാളം കുട്ടികളും ടൂറിസ്റ്റുകളും വരുമ്പോഴത്തേക്കുള്ള താമസിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യമൊക്കെയാണ്. ഇനി സാക്ഷി അമ്പലം എത്തുന്നത് മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ആയിട്ടാണ്. അതുവരെ സാക്ഷിക്ക് വേണ്ടി ഭദ്ര. നന്ദി.